ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 2 വീക്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളൊരു 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. മൈൻഡ് ഒന്ന് ക്ലിയർ ആൻഡ് കാമാക്കി വെക്കുക. പോസിറ്റീവ്സ് മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ. Nine of Swords, King of Pentacles, Fool card, Queen of Cups, Nine of Cups, Justice, Ace of Wands, Knight of Wands, Three of Swords and King of Cups. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 4 of Cups ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് കാർഡിൽ നമുക്ക് 9 of Swords ആണ് വന്നിരിക്കുന്നത്. അതായത് കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ആങ്ഷ്യസ് ആണ്. നിങ്ങൾക്ക് രാത്രി ചിലപ്പോൾ ഉറക്കം പോലും വരുന്നില്ലായിരിക്കും. മേ ബി നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ചിന്തിച്ചിട്ടാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആകാം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങളിപ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കാർഡിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അത് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യലി ഉള്ളൊരു ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് ജോബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഗെയിൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ജോലി നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയ ജോബ് ഓഫറും എല്ലാം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു ഫ്രഷ് ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ജോബിലായിരിക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരു ജോബ് വരിക, ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്തോ നിങ്ങളുടെ ഒരു ലൈഫിലൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ ഇമോഷണലി ഹീലാകും എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മെൻ്റൽ സപ്പോർട്ടിന് കൂടെ ഉണ്ടാകും. ഇത്രയും നാൾ നിങ്ങൾ ടെൻസ്ഡ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ സ്ട്രെസ്സായി ഇരുന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 2 വീക്സിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 9 of Cups ആണ് വന്നിരിക്കുന്നത്. സോ അത് ഒരു ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. ഈ ഒരു 2 വീക്സിൽ എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെൻറ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മേ ബി റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് ഓഫർ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ തേടി വരും. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസിഷൻസോ കാര്യങ്ങളോ ഒക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് എന്നൊരു സെൻസിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ട്രൂത്ത്ഫുള്ളായിട്ടിരിക്കുക, ഹോണസ്റ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. തീരുമാനങ്ങൾ അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട സെയിം എനർജി തന്നെയാണ്. ഒരു പുതിയൊരു ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. മേ ബി റിലേറ്റഡ് ടു കരിയർ ആവാൻ തന്നെയായിരിക്കും ചാൻസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലും ആകാം. റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ സൈലൻ്റ് ആയി ഇരിക്കാണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാണ്ട്സ്. നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബോൾഡായിട്ട് ആക്ഷൻസ് എടുക്കണം, കുറച്ചുകൂടെ വേഗത്തിൽ ആക്ഷൻസ് എടുക്കണം എന്നാണ് നിങ്ങളടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് വരുന്നത്. ഈ ഒരു കരിയർ ചേഞ്ച് ആയാലും പെട്ടെന്ന് ആകുന്നതാവാം,
റിലേഷൻഷിപ്പിലായാലും ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് അഡാപ്റ്റ് ആകണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് 3 ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. സോ അതൊരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാർഡാണ്. അത് അറിയില്ല, നമുക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാലും അവിടെ നമ്മൾ ചാലഞ്ചസ് ഒബ്വിയസ്ലി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അവിടെ നിന്നും കിട്ടുന്ന ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കാം, ഇമോഷണൽ ഡൗൺ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും നമുക്ക് ആരെയും 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ഈവൻ കരിയറിലായാലും നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, നമ്മളത് നമ്മളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഹാർട്ട് ബ്രേക്ക് ഇതൊക്കെ വരും, ബട്ട് സ്റ്റിൽ നമ്മൾ മൂവ് ഓൺ ചെയ്യണം, നമ്മൾ ഹീലാകണം, നമ്മൾ നമ്മളുടെ കർമാസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾ കുറച്ച് ഇമോഷണലി സ്റ്റേബിളാകും, ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾ സിറ്റുവേഷൻസിനെയൊക്കെ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് പുതിയൊരു ഇത് വന്നാലും നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിരിക്കും, ഇത് ഞാൻ എടുക്കണോ, സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടാകും. ഇതിലെനിക്ക് ഇപ്പോൾ ഒരു ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ അതിലെനിക്ക് സക്സസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാലും പിന്നും ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഇതിന് മുന്നോട്ട് പോകും. അപ്പോൾ അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് കുറവായിട്ടുള്ളതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇമോഷണൽ പെയിൻ ഇതൊക്കെ വരും. സോ അതിനെയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്ക് കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ്, ഫിനാൻഷ്യലി സ്റ്റേബിളാകാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഒക്കെ കാണുന്നുണ്ടെങ്കിലും ചെറിയൊരു ഹാർട്ട് ബ്രേക്ക്, ഇമോഷണൽ പെയിനും അവിടെ കാണുന്നുണ്ട്. പിന്നെ ഹെൽത്ത് വൈസ് നിങ്ങൾ കുറച്ച് മെൻ്റലി സ്ട്രെസ്ഡ് ആയിരിക്കാം, ആങ്ഷ്യസ് ആയിരിക്കും, എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. എന്തായാലും വിത്തിൻ നെക്സ്റ്റ് 2 വീക്സ് ഒരു ചേഞ്ച് നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഇമോഷണലി ഹീലായി, ഇമോഷണലി ബാലൻസ് ആയിട്ട് ഇരിക്കുക, ആ ഒരു ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റീഡിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് യൂണിവേഴ്സൽ ക്ലൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. March. Why? Monday. Saturday. Healing time. 6. 29. Show appreciation. 1. W. Be honest. Few weeks. Thursday. H. Loyalty. 16. Expectations. Ego. Trust issues. J. Afternoon.
fear, K, 13, 23, 7, Wednesday, V, N, U, June, G. ഓക്കെ, ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.